it's me Tafsira once again. Welcome back to our channel. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസിന് കമൻറ്റിന് റീപ്ലൈ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കമൻറ്റുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പിക്സാർട്ടിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ചോദിക്കുന്നത്. പറഞ്ഞു തരുമോ ചോദിക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ട് ഇപ്പോൾ വേറെ ഒരു ഫോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ആക്കുക എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓക്കെ, അത് നമുക്ക് നോക്കാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഫ്ലവർ എങ്ങനെ ഡൗൺലോഡ് ആകും? അത് പിൻട്രസ്റ്റിൽ എന്തെങ്കിലും ഫ്ലവറൊക്കെ നമ്മളെങ്ങനെ ഡൗൺലോഡ് ആക്കാമെന്ന് ചോദിക്കണം കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യന് ഞാൻ അപ്പോൾ ഈ ക്വസ്റ്റ്യന് ഞാൻ മുമ്പ് റീപ്ലൈ കൊടുത്തിട്ടുണ്ട്, പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാലും കൊടുക്കാമെന്ന് വിചാരിക്കണേ. പിന്നെ A3 സൈസിൽ എങ്ങനെ 2 A4 സെറ്റാക്കുന്നത് എനിക്ക് ആവുന്നില്ല, പറഞ്ഞു തരുമോയെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ A3 ക്യാൻവയിൽ എടുത്തിട്ട് 2 A4 ഇപ്പോൾ ഫ്രെയിം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 2 A4 ഇങ്ങനെ ആഡ് ചെയ്യാമെന്ന് ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് കപ്പിൾ പിക്ക്. ഓക്കെ, അതിൻ്റെ സൈസ് എങ്ങനെ? അതായത് ഇപ്പോൾ നമ്മൾ സേവ് ദ ഡേറ്റിനൊക്കെ നമ്മൾ കപ്പിൾ പിക്ക് എടുക്കുമല്ലോ പിൻട്രസ്റ്റ് എന്ന്, അപ്പോൾ അതിൻ്റെ സൈസ് എങ്ങനെയാണെന്ന് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പിക്സാർട്ടിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ആക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പിക്സാർട്ട് എടുക്കാം. പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക. അതിൽ ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. എഡിറ്റ് ഫോട്ടോയിൽ പോവുക. ഇതിൽ ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ പോയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഏത് കളറാണ് വേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു യെല്ലോ കളർ എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഇതിലേത് സൈസാണ് വേണ്ടതെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സൈസ് എടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്ക്വയർ സൈസ് തന്നെയാണ് എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഫോട്ടോ കൊണ്ടുവരണം. അപ്പോൾ ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ആക്കാമെന്നാണല്ലോ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ഫോട്ടോ ഇതിലേക്ക് എടുക്കട്ടെ ഗ്യാലറിയിൽ നിന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആക്ട്രസിൻ്റെ ഫോട്ടോ ആണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്, ബോളിവുഡ് ആക്ട്രസ്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വലുതായി കൊടുക്കാം. ഇനി നമുക്ക് ഈ ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ആക്കുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ താഴെ നിങ്ങൾ കുറേ ഓപ്ഷൻ കണ്ടില്ലേ, അതിൽ കട്ടൗട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ ഇതേ ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നെ പേഴ്സ് എന്നുള്ളത് എടുക്കാം. ഓക്കെ, എന്നിട്ട് ഈ ടിക്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പോയി. ഓക്കെ, ഇങ്ങനെയാണ് കേട്ടോ പിക്സാർട്ടിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. അപ്പോൾ ഓക്കെ, അത് സെറ്റല്ലേ. ഇനി നമുക്ക് സേവ് ആക്കാം. ഈ ടിക്കിൽ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ഫസ്റ്റ് ക്വസ്റ്റ്യന് ഫസ്റ്റ് കമൻറ്റിന് റീപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ഫ്ലവർ എങ്ങനെയാണ് ഡൗൺലോഡ് ആക്കുക? ഓക്കെ, പിൻട്രസ്റ്റിൽ പോവാം. പിൻട്രസ്റ്റിൽ നമുക്ക് ഏത് സെർച്ച് ബാറിൽ എന്താണ് നമുക്ക് വേണ്ടത്, ഇപ്പോൾ ഫ്ലവറാണ് അവർ ചോദിക്കുന്നത്. ഫ്ലവർന്ന് ഞാൻ ഫ്ലവേഴ്സ്, ഓക്കെ, ഞാൻ സെർച്ച് ചെയ്യുന്നത്. അതിൽ ഈ ഫ്ലവർ എടുത്തു. അത് നമുക്കങ്ങനെ ഞാനൊരു ഫ്ലവറിൻ്റെ പിക്ക് എടുത്തിട്ടുണ്ട്. അതിൽ 3 ഡോട്ട് ഉണ്ടല്ലോ മുകളിൽ, അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഡൗൺലോഡ് ഇമേജ് കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഡൗൺലോഡായി. ഇനി നമുക്ക് ഗ്യാലറിയിൽ ഉണ്ടാവും കേട്ടോ, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഫോട്ടോ ഇതിലെത്തിയിട്ടുണ്ട്. A3 സൈസിൽ എങ്ങനെയാണ് 2 A4 സെറ്റാക്കണമെന്ന്. ഓക്കെ, അതിന് നമുക്ക് A3 ഡോക്യുമെൻ്റ് എന്ന് ടൈപ്പ് ചെയ്യാണ്. അതിൽ ക്രിയേറ്റ് എ ബ്ലാങ്ക് പേജാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഗ്യാലറിയിൽ നിന്ന് നമ്മൾ A4ൻ്റെ 2 സെറ്റാക്കി വെച്ചല്ലോ, അത് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം. ആഡ് എ ഫോട്ടോ. ഇനി നമുക്ക് ഇതിപ്പോൾ 2 ഉണ്ട് കേട്ടോ. അതിൽ ഫസ്റ്റ് നമുക്ക് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം.
ഓക്കെ. ഇനി നമുക്ക് ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുക്കാം. ഇനി മറ്റേതെടുത്തിട്ട് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുക്കുക. അങ്ങനെ ഒരു A3 സൈസിൽ നമ്മൾ 2 A4 സൈസ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിൻ്റ് ചെയ്തിട്ട് ഇത് സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രെയിമിന് സെറ്റാക്കി കൊടുക്കാം. ഇങ്ങനെയാണ് കേട്ടോ A3യിൽ 2 A4 സെറ്റാക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കണു. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഒരൊറ്റ A4 ഫ്രെയിമിനാണ് വേണ്ടതെങ്കിൽ നമ്മൾ A4ൽ തന്നെ എഡിറ്റ് ചെയ്തിട്ട് A4ൽ തന്നെ പ്രിൻ്റ് എടുക്കാം കേട്ടോ. A3യിൽ തന്നെ ചെയ്യണമെന്നില്ല. 2 A4 ഫ്രെയിം നിങ്ങൾക്ക് ചെയ്യാണ്ടെങ്കിൽ അതായത് ഓർഡർ കൊടുക്കാണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിലാണ് നമ്മൾ A3യിൽ 2 ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? കപ്പിൾ പിക്കിൻ്റെ സൈസ് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. അത് സേവ് ദ ഡേറ്റിനായിരിക്കും അധികം അവർക്ക് ചെയ്യാണ്ടാവുക. അപ്പോൾ നമുക്കങ്ങനെ പ്രത്യേക സൈസൊന്നുമില്ല. അപ്പോൾ ഞാനധികം ഒരു ഇത്ര കറക്റ്റ് മെഷറിൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഞാൻ സെറ്റാക്കൽ. ഒരു A4 എടുക്കും. അതിൽ ഇപ്പോൾ ഒരു പിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. കപ്പിൾ പിക്ക് ആഡ് ടു പേജ്. ഓക്കെ. ഇനി നമുക്ക് ഇതിന് സൈസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചെറുതായി കൊടുക്കുക, വലുതായി കൊടുക്കുക. ഇതിന് പ്രത്യേക സൈസൊന്നുമില്ല. ഓക്കെ. നമുക്ക് ഇപ്പോൾ വലുതാക്കണം എന്നുണ്ടെങ്കിൽ വലിയ സൈസ് വേണമെന്നുണ്ടെങ്കിൽ വലുത് കൊടുക്കാം, ചെറുതാണെങ്കിൽ ചെറുത് കൊടുക്കാം. ഏകദേശം ഈ ഒരു സൈസ് മതിയാകും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സെറ്റാക്കി കൊടുക്കുക. ഒരു മീഡിയം സൈസിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ A4 എടുത്തിട്ട് A4ൽ ഇത്രയും വലുപ്പത്തിൽ വെച്ച് കൊടുക്കരുത്. അപ്പോൾ ഭംഗി ഉണ്ടാവില്ല, പിന്നെ വലിയ ഫോട്ടോ ആയിരിക്കും. ഓക്കെ. ഒരു മീഡിയം സൈസിൽ A4 എടുത്തിട്ട് അല്ലെങ്കിൽ A5 എടുത്തിട്ട് അതിലൊരു മീഡിയം സൈസിൽ വെച്ച് കൊടുത്താൽ മതി. ഇത്രയും മതിയാവും കേട്ടോ. ഈ ഒരു സൈസ് കറക്റ്റ് ആയിരിക്കും. എന്നിട്ട് നമുക്ക് സേവ് ആക്കുക, പ്രിൻ്റ് എടുക്കുക. അപ്പോൾ ഞാൻ ആൻസർ ചെയ്തൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റോട് ചോദിക്കാം, ഞാൻ ഇതുപോലെ റീപ്ലൈ തരാം. ഓക്കെ. അപ്പോൾ ഓക്കെ, ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. സോറി കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ പിശുക്കുത്തരം കാണിക്കരുത്. നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു. ബൈ, ടേക്ക് കെയർ.